നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കടായി പനീർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കടായി പനീർ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കടായി പനീർ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ ഞാനൊരല്പം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളകൾ ഇട്ട് കൊടുക്കുക. ഈ സവാളകൾ നന്നായി ആ ബട്ടറുമായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതുകൂടി നന്നായി ഉള്ളിയുമായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ രുചിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളും നന്നായി ഇളക്കി ഉള്ളിയുമായി യോജിപ്പിച്ചെടുക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു തക്കാളി അരിഞ്ഞു ചേർക്കുക. ഇനിയുമെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്തുടഞ്ഞ് കിട്ടുവാൻ വേണ്ടി ഒരല്പസമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 100 ഗ്രാം പനീർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിട്ട് കൊടുത്ത പനീരെല്ലാം നന്നായി ആ മസാലയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് പനീരും മസാലയും കൂടി നന്നായിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കുക. കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അല്പസമയം ഇതുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരല്പം ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞയും പച്ചയും ചുമപ്പും ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറി നന്നായി ഒന്ന് തിളച്ച് അത്യാവശ്യം കുറുകി കഴിയുമ്പോൾ നമ്മുടെ കടായി പനീർ കറി റെഡിയായി കഴിയും. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.